إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وما أصابكم من مصيبة فبما كسبت أيديكم ويعفو عن كثير. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രപഞ്ച സിദ്ധാവായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഒരു വലിയ കച്ചവടം തുടങ്ങുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് കച്ചവടം ചെയ്യുവാൻ ആവശ്യമായ സാധനങ്ങളും തന്റെ കച്ചവടത്തിൽ പണിയെടുക്കേണ്ട തൊഴിലാളികളെയും ആ മനുഷ്യൻ കണ്ടെത്തുകയും ഒരുമിച്ച് കൂടുകയും ചെയ്യും. പക്ഷെ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ട് വഴികൾ അവന്റെ മുമ്പിൽ തുറന്നു നിൽക്കുന്നുണ്ട്. ഒന്നാമത്തെ വഴി എന്നുള്ളത്, അവനാൻ ഉദ്ദേശിച്ച കച്ചവടത്തെ അവൻ നടത്താൻ ഉദ്ദേശിക്കുന്ന കച്ചവടത്തെ അവൻ ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാ സന്ദർഭങ്ങളിലും ആ കച്ചവടത്തിന്റെ എല്ലാ മേഖലകളെയും കൃത്യമായി നിർണയിച്ചു കൊണ്ടുകയും കൃത്യമായി അതിനെ മുന്നോട്ട് ശ്രദ്ധയോടുകൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ കച്ചവടത്തിലൂടെ അവർക്ക് വലിയ ലാഭങ്ങൾ കൊയ്തെടുക്കുവാൻ അവർക്ക് സാധിക്കും. എന്നാൽ രണ്ടാമത്തെ വഴി എന്നുള്ളത് യാതൊരു ശ്രദ്ധയുമില്ലാതെ അലംഭാവത്തോടുകൂടി ആ കച്ചവടത്തെ ലാഭം കൊയ്തെടുക്കണമെന്ന ലക്ഷ്യബോധമില്ലാതെ അവൻ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ആ കച്ചവടത്തിൽ നിന്ന് യാതൊരു ലാഭവും നേടിയെടുക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള ഈ രണ്ട് വഴികളാണ് അവന്റെ മുമ്പിൽ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെയാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് ഓരോ മനുഷ്യനെയും സൃഷ്ടിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കുന്ന സമയത്ത് അവന്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് രണ്ട് വഴികൾ തുറന്നു കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തെ വഴി, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ
അത് കൃത്യമായി ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗം കരസ്ഥമാക്കുവാൻ സാധിക്കുമെന്ന ഒന്നാമത്തെ വഴി. നേരെമറിച്ച് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ നിരാകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിച്ചു കഴിഞ്ഞാൽ അവനക്ക് അവന്റെ വാസസ്ഥലം നരകമായിരിക്കുമെന്നുള്ള ഈ രണ്ടു വഴികൾ അവർക്ക് മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കുന്നുണ്ട്. ആ കച്ചവടക്കാരൻ ഉള്ളതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെയും ഒരു മനുഷ്യർക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. അതിൽ ചൊവ്വായ മാർഗം തിരഞ്ഞെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വയുൻ. തീർച്ചയായും സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക്, സത്യവിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തണലും അതേപോലെ തന്നെ നദിയും ഒരു അരുവികളും ഒരുക്കി വെച്ചിട്ടുണ്ട്. വഫവാകിഹ മിമ്മാ യശ്തഹൂൻ. അവിടെ അവർ ഉദ്ദേശിക്കുന്ന എന്തൊക്കെ പഴവർഗ്ഗങ്ങളുണ്ടോ അതൊക്കെ അവർക്ക് അവിടെ ഭക്ഷിക്കുവാൻ സാധിക്കുകയും ചെയ്യും. എന്നിട്ട് അല്ലാഹു പറയുന്നു, കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ കുൻതും തഅമലൂൻ. അവർ നിങ്ങൾ ഏത് രൂപത്തിലാണോ പ്രവർത്തിച്ചിട്ടുള്ളത് ആ നന്മ പ്രവർത്തിച്ചതിന്റെ ഭാഗമായി നിങ്ങൾ എന്തൊക്കെയാണോ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നിങ്ങൾ കുടിച്ചുകൊള്ളുക, തിന്നുകൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗവാസികളായ ആളുകളോട് അല്ലാഹു പറയുകയാണ്. എന്നിട്ട് പറയുന്നു, ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇതാണ് നന്മ പ്രവർത്തിച്ച ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗ്ഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള പ്രതിഫലം എന്നുള്ളത്. എന്നാൽ രണ്ടാമത്തെ വിഭാഗമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പറയുന്നു, ഇന്ന ശജറത സഖൂം. തീർച്ചയായും നരകത്തിൽ സഖൂം എന്നൊരു മരമുണ്ട്. തആമുൽ അസീം. പാപങ്ങൾ ചെയ്തുകൊണ്ട് മോശമായ രൂപത്തിൽ ജീവിതം കൊണ്ടുപോയ ആളുകൾക്ക്, ചിലവഴിച്ച ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള ഒരു മരമാണ് സഖൂം എന്ന മരം. തആമുൽ അസീം. അത് തിന്മ പ്രവർത്തിക്കുന്നവരുടെ ഭക്ഷണമാണ്. അത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ, ആ മരത്തെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അവന്റെ വയറുകൾ ചൂടുവെള്ളം കുടിച്ചാൽ തിളക്കുന്നത് പോലെ തിളച്ചുകൊണ്ടിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാപങ്ങൾ പ്രവർത്തിച്ച് ജീവിക്കുന്ന ആളുകൾക്ക്, മോശമായ രൂപത്തിൽ ജീവിതം കൊണ്ടുപോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരലോകത്ത് നഷ്ടം തന്നെയാണ് കാത്തിരിക്കുന്നത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ പ്രശ്നമാണ്, ആ പാപങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇഹലോകത്ത് കടന്നു വരുന്ന ചില അപകടങ്ങളെ കുറിച്ച് നാം ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൃത്യമായി വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരുന്ന ഒരു അധ്യാപനം കാണാൻ സാധിക്കും. അല്ലാഹു പറയുന്നു, വമാ അസ്വാബകും മിൻ മുസീബത്തിൻ. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിപത്തുകൾ ബാധിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളോ കടന്നു വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ കാരണം? ഫബിമാ കസബത് ഐദീകും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചതിന്റെ അനന്തര ഫലമായി കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പാപങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന, മോശമായ പ്രവർത്തനങ്ങളിലൂടെ ജീവിക്കുന്ന ആളുകൾക്ക് പരലോകത്ത് ലഭിക്കുന്ന നഷ്ടത്തിന് പുറമെ ഈ ഇഹലോക ജീവിതത്തിലും ചില നഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപങ്ങൾ ചെയ്യുന്നത് മുഖേന ഇഹലോക ജീവിതത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? മഹാനായ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഇത് കൃത്യമായി വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ അദ്ദാഉ വദ്ദവാ എന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ പാപങ്ങൾ പ്രവർത്തിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ധാരാളം പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും കുറിച്ച് അദ്ദേഹം കൃത്യമായി വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അതിലെ ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിലൂടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, തിന്മ പ്രവർത്തിക്കുന്ന ആളുകളുടെ ജീവിതത്തിലേക്ക് ഒന്നാമതായി കടന്നു വരുന്ന ഒരു അപകടം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്ന് അവൻ പഠിച്ചു മനസ്സിലാക്കിയ
ഖുർആനും അതേപോലെ തന്നെ ഹദീസുകളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്ന് മറപ്പിക്കുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയും. അവൻ പഠിച്ച കാര്യങ്ങൾ, ദീനീപരമായി പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്ന് എടുത്തു കളയും. അതേപോലെ തന്നെ അറിവ് പഠിക്കാൻ തടസ്സം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കും. ഇതാണ് ഒന്നാമതായി കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുകയാണ്, അറിവ് എന്നുള്ളത് അല്ലാഹുവിനെ കുറിച്ച് പഠിക്കുക, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക എന്ന വിജ്ഞാനം എന്നുള്ളത് അത് പ്രകാശമാണ്. എന്നാൽ തിന്മ കടന്നു വന്നു കഴിഞ്ഞാൽ ആ പ്രകാശത്തെ കെടുത്തി കളയും എന്നുള്ളതാണ്. ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, 4 മദ്ഹബുകളിൽ അറിയപ്പെട്ട മദ്ഹബാണ് ഇമാമാണ് ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ജീവിതം ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാഠമാക്കി. അതേപോലെ തന്നെ പ്രവാചകനിൽ നിന്ന് ധാരാളം ഹദീസുകൾ മനഃപ്പാഠമാക്കി. അങ്ങനെ അറിവ് പഠിക്കുന്ന യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അസ്ർ നമസ്കാരത്തിനുള്ളിൽ അദ്ദേഹം ഒരു പള്ളിയിൽ കയറി. അങ്ങനെ അസ്ർ നമസ്കാരം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ക്ലാസ് അന്ന് പള്ളിയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം നമസ്കാരം കഴിഞ്ഞ് ആ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എഴുതുവാനും പുസ്തകമോ അല്ലെങ്കിൽ അതിനുള്ള സാമഗ്രികളോ അദ്ദേഹത്തിന്റെ കയ്യിലില്ല. അങ്ങനെ അദ്ദേഹം തന്റെ അടുത്തിരുന്ന ഒരു മരത്തിന്റെ ചെറിയൊരു കമ്പ് കയ്യിലെടുത്തുകൊണ്ട് തുപ്പലം പുരട്ടി ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഓരോ ഹദീസുകളും അദ്ദേഹത്തിന്റെ കയ്യിൽ എഴുതിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ഹദീസ് പറയുമ്പോൾ തുപ്പലം പുരട്ടി തന്റെ കയ്യിൽ എഴുതി, അടുത്ത ഹദീസ് പറയുമ്പോൾ വീണ്ടും അടുത്തത് എഴുതി. അങ്ങനെ ഓരോ ഹദീസുകളും അങ്ങനെ അദ്ദേഹം കൈവശത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി കണ്ടിരിക്കുകയാണ്. അങ്ങനെ ദർസൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിൽ പിരിഞ്ഞു പോയതിനു ശേഷം അദ്ദേഹം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, ഞാനവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് താങ്കൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഞാനിങ്ങനെ ദീന് പഠിക്കുവാൻ വേണ്ടി യാത്ര തിരിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ നമസ്കാരത്തിന് വേണ്ടി കയറിയപ്പോൾ നമസ്കാരം കഴിഞ്ഞ് ഒരു ദർസ് കണ്ടപ്പോൾ അതിൽ ഇരുന്ന് എനിക്ക് എഴുതാൻ സാന്ദ്രതയില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അവിടെയുള്ള ഒരു മരത്തിന്റെ കമ്പെടുത്ത് അതിൽ തുമ്പലം പുരട്ടി എന്റെ കയ്യിൽ എഴുതി. അങ്ങനെ ഞാൻ മനഃപ്പാഠമാക്കിയതാണ്. ഉടനെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ചോദിച്ചു, എന്നാൽ ഇന്ന് വൈകുന്നേരം ഞാൻ പറഞ്ഞ മുഴുവൻ ഹദീസുകളും, ഇന്ന് ഞാൻ വൈകുന്നേരം ഇവിടെ ദർശനത്തെ മുഴുവൻ ഹദീസുകളും താങ്കൾക്ക് പറയുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഓരോ ഹദീസുകളും അദ്ദേഹത്തിന് മണിമണിയായി കൊണ്ട് മനഃപ്പാഠമാക്കിയത് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. ആ മഹാപണ്ഡിതനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ അദ്ദേഹം മനഃപ്പാഠമാക്കി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രയാസം, മനഃപ്പാഠമാക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് നേരിട്ട സമയത്ത് തന്റെ ഉസ്താദിന്റെ അടുത്ത് കൊണ്ട് പറയുന്ന ഒരു കവിത നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, എനിക്ക് മനഃപ്പാഠമാക്കാൻ ഒരു പ്രയാസം അനുഭവപ്പെട്ടപ്പോൾ ഞാൻ വേവലാതിയുമായി എന്റെ ഉസ്താദിന്റെ അടുത്ത്, വക്കീഅ എന്ന് പറഞ്ഞ ഉസ്താദിന്റെ അടുത്ത് കൊണ്ട് പറഞ്ഞു, എനിക്ക് മനഃപ്പാഠമാക്കാൻ ചില പ്രയാസങ്ങളുണ്ട്. ആ ഉടനെ തന്നെ തന്റെ ഉസ്താദ് കൽപ്പിക്കുകയാണ്, അപ്പോൾ എന്റെ ഉസ്താദിനോട് കൽപ്പിക്കുകയാണ്, നീ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തിന്മകളെ നീ മാറ്റിവെക്കണം, എന്നാൽ നിനക്ക് മനഃപ്പാഠമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നിട്ട് രണ്ടാമതായി വീണ്ടും ഉസ്താദ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറയുകയാണ്, വഅഖബറനി ബിഅന്ന അൽഇൽമ നൂർ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിജ്ഞാനം എന്നുള്ളത് അത് മഹാപ്രകാശമാകുന്നു. വനൂറുല്ലാഹി ലാ യുഹ്ദാ ലിആസി, ആ പ്രകാശമാകുന്ന വിജ്ഞാനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നൽകുകയില്ല എന്ന് മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഉസ്താദ് അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ട നാം ചിന്തിക്കേണ്ട ഒരു അടിസ്ഥാനപരമായ കാര്യമെന്നുള്ളത് ആ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പാപങ്ങളെയാണ് ആ തന്റെ ഉസ്താദ് ഓർമ്മപ്പെടുത്തുന്ന ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാൻ. പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ പരിശോധിക്കുമ്പോൾ എത്ര പാപക്കറകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്.
അതുകൊണ്ട് തിന്മകൾ ജീവിതത്തിൽ ചെയ്യുന്ന ആളുകൾക്ക് ഒന്നാമതായി ഉണ്ടാകുന്ന അപകടം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് വിജ്ഞാനം എടുത്തു കളയുമെന്നുള്ളതാണ്. രണ്ടാമതായി അദ്ദേഹം സൂചിപ്പിക്കുകയാണ് അല്ലാഹു നൽകുന്ന അനുഗ്രഹം. അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹം തിന്മ പ്രവർത്തിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ നിന്ന് അല്ലാഹു പെട്ടെന്ന് എടുത്തു കളയുമെന്നുള്ളതാണ്. യാതൊരു പ്രതീക്ഷയുമില്ലാത്ത സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മിൽ നിന്ന് എടുത്തു കളയുമെന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലായിരിക്കാം, നാം ചെയ്യുന്ന തിന്മ കാരണത്താൽ നമ്മുടെ ജീവിതത്തിലായിരിക്കാം അത് ബാധിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കുടുംബം മുഴുവനായും ആ ഒരു വിപത്തിന് അടിമപ്പെടേണ്ട അവസ്ഥ പോയേക്കാം. പല രൂപത്തിലായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുക. രണ്ടാമതായി പറയുന്നത് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മ പ്രവർത്തിക്കുന്ന ആളുകൾ എടുത്തു കളയുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പള്ളിയിലേക്ക് ഈ ഖുതുബ കേൾക്കുവാൻ വേണ്ടി കടന്നു വരാനുള്ള ശേഷിയും ആരോഗ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. നമ്മുടെ ഇഷ്ടാനുസരണം നമ്മുടെ കൈകൾ നമ്മുടെ കാലുകൾ ചലിപ്പിക്കുവാനുള്ള ആരോഗ്യം അത് നമുക്ക് റബ്ബ് നൽകിയ മഹത്തരമായ അനുഗ്രഹങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നേ പള്ളിയിലേക്ക് കടന്നു വരാൻ സാധിക്കാത്ത എത്ര ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. ആ ആരോഗ്യശേഷിയെ നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. അത് കൃത്യമായി അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുക. അല്ല എങ്കിൽ തിന്മയായ മാർഗത്തിൽ മോശമായ മാർഗത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മളിൽ നിന്ന് എടുത്തു കളയുമെന്നുള്ള ഗൗരവപൂർവ്വം നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമതായി അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഉപജീവനം നമ്മളിൽ നിന്ന് തടയുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നത് നിരന്തരം 3 നേരവും കൃത്യമായി ഉപജീവനം നമുക്ക് ലഭിക്കുകയും അത് ഭക്ഷിച്ചുകൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അതില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്തായിരുന്നു നമ്മുടെ അവസ്ഥ? പട്ടിണി കിടന്ന് പ്രയാസപ്പെടേണ്ട അവസ്ഥ നമുക്ക് വന്നിട്ടില്ല. 3 നേരവും നമുക്ക് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉപജീവനം നൽകുന്നുണ്ട്. ആ ഉപജീവനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മ ചെയ്യുന്ന ആളുകൾക്ക് തടഞ്ഞു വെക്കുമെന്ന് മഹാനായ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ശക്തമായ വരൾച്ച അന്ന് നേരിട്ടു. ഈ സന്ദർഭത്തിൽ അവിടെയുള്ള ജനങ്ങളെല്ലാവരും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അടുത്തുകൊണ്ട് പറയുകയാണ്, താങ്കൾ മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കണം, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണം, ഈ മഹാവിപത്ത് നമ്മളിൽ നിന്ന് അകന്നു പോകാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ അവിടെയുള്ള ജനങ്ങളെ എല്ലാവരെയും അദ്ദേഹം ഒരുമിച്ച് കൂട്ടി മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം നിർവഹിച്ചതിനു ശേഷം ആകാശലോകങ്ങളിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നഹു ലൻ യൻസിൽ ബലാ, അല്ലാഹുവേ, ആകാശലോകത്തിൽ നിന്ന് നീ ഒരു വിപത്തും ഇറക്കിയിട്ടില്ല. ആകാശലോകത്തിൽ നിന്ന് നീ ഒരു വിപത്തും ഇറക്കിയിട്ടില്ല. ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ നിമിത്തമല്ലാതെ ആകാശലോകത്തിൽ നിന്ന് നീ ഒരു വിപത്തും ഇറക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വിപത്ത് ഞങ്ങളിൽ നിന്ന് വിട്ടുമാറണമെങ്കിൽ, ഞങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറണമെങ്കിൽ തൗബ കൊണ്ടല്ലാതെ അത് മാറുകയില്ല എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആകാശലോകങ്ങളിലെ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മൾ ചെയ്യുന്ന പാപങ്ങളാണ് എന്ന് അവരെല്ലാം മനസ്സിലാക്കിയത് ആ രൂപത്തിലാണ്. അതേപോലെ തന്നെ മഹാനായ അലി റളിയല്ലാഹു അൻഹു ഇതേ രൂപത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും, നിങ്ങൾ പ്രവർത്തിച്ച തിന്മ മുഖേനയല്ലാതെ നിങ്ങൾക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ തൗബ കൊണ്ട്, പാപമോചനം കൊണ്ട്, പശ്ചാത്താപം കൊണ്ടല്ലാതെ അത് നിങ്ങൾ ഉയർത്തപ്പെടുകയില്ല എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ ഒന്നാമത് പറഞ്ഞതുപോലെ അറിവ് നമ്മിൽ നിന്ന് നഷ്ടപ്പെടും. തിന്മ ചെയ്യുന്ന ആളുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് തടഞ്ഞു വെക്കും. അതേപോലെ തന്നെ അവർ നൽകിയ അനുഗ്രഹങ്ങൾ തടഞ്ഞു വെക്കും. ഉപജീവന മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു വെക്കും. നാലാമതായി കൊണ്ട് അദ്ദേഹം പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ തൗഫീഖ് നഷ്ടപ്പെടും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ,
ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായി അവന്റെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ് തൗഫീഖ് എന്നുള്ളത്. നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇന്ന് പ്രഭാതത്തിൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നാം ഓരോരുത്തരും നമ്മുടെ കിടക്കയിൽ നിന്ന് എണീക്കുന്ന സമയത്ത്, രാവിലെ എണീക്കുന്ന സമയത്ത് ചെല്ലേണ്ട പ്രാർത്ഥന ചെല്ലാൻ അത് നമുക്ക് ഓരോരുത്തർക്കും മനഃപ്പാടമുണ്ട്. പക്ഷേ ആ പ്രാർത്ഥന സമയത്ത് നിർവഹിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സുബഹി നമസ്കാരത്തിന് ശേഷം ശേഷമുള്ള ചെല്ലേണ്ട ദിക്റുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ചെല്ലാനുള്ള സാഹചര്യവും അവസരവും ഒക്കെ സമയവും ഒക്കെ നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സുബഹി നമസ്കാരത്തിന് ശേഷം ആ ദിക്റുകൾ ചെല്ലാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഫർദ് നമസ്കാരത്തിന് പുറമേയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുവാൻ എത്രയെത്ര അവസരങ്ങൾ നമുക്ക് മുമ്പിൽ കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ ആ സന്ദർഭങ്ങളിലെല്ലാം കൃത്യമായി നമസ്കാരം മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത്, അങ്ങനെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാൻ നിരവധി അവസരങ്ങൾ നമുക്ക് കടന്നു വന്നിട്ടുണ്ട്. അവിടെയൊന്നും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ പാപം നമ്മുടെ തൗഫീഖിനെ പിടിച്ചു വച്ചിരിക്കുകയാണ് എന്നുള്ളത് നാം ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ അടുക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയുകയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് രാത്രി നമസ്കാരം നിർവഹിക്കുക എന്നുള്ളത്. തഹജ്ജുദ് നമസ്കാരം നിർവഹിക്കുക എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ എല്ലാ ദിവസവും കിടന്നിറങ്ങുന്ന സമയത്ത് തഹജ്ജുദ് നമസ്കാരത്തിന് വേണ്ടി എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷം, വെള്ളവും മറ്റു സാധനങ്ങളും ഒക്കെ തയ്യാറാക്കി വെച്ചതിന് ശേഷം ഞാൻ കിടന്നുറങ്ങാറുണ്ട്. പക്ഷേ എനിക്ക് തഹജ്ജുദിന് എണീറ്റുകൊണ്ട് നമസ്കരിക്കുവാൻ സാധിക്കാറില്ല എന്ന് മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പരാതി പറയുക. ആ സന്ദർഭത്തിൽ അദ്ദേഹം നൽകിയ മറുപടി, നിന്റെ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങൾ നിനക്ക് സൽക്കർമ്മം ചെയ്യുന്നതിൽ നിന്ന് അകറ്റി നിർത്തുകയും നിന്നെ കെട്ടിവെച്ചിരിക്കുകയാണ്, ചങ്ങല കെട്ടിയിരിക്കുകയാണ് എന്ന് മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നഷ്ടപ്പെട്ടു. നമ്മൾ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ വലിയ ഉന്നത പഠനങ്ങൾ നടത്തി വലിയ ഉന്നത സ്ഥാപനങ്ങളിൽ പഠിച്ച് വലിയ എഡ്യൂക്കേഷൻ ഒക്കെ നേടിയെടുത്ത ആളുകൾക്ക് പലപ്പോഴും അവർക്ക് ജോലി ലഭിക്കാതെ, തൗഫീഖ് ഇല്ലാത്തതിനോട് പല കാരണങ്ങളാൽ ജോലി ലഭിക്കാതെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന സാഹചര്യമുണ്ട്. അവർക്ക് മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതം എന്തൊക്കെ പ്രയാസങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രയാസം മാറ്റിക്കളയുന്നതാണ്, അതിനുള്ള പരിഹാരം നൽകുമെന്നതാണ്. നമുക്കറിയാം, ബദർ യുദ്ധത്തിൽ അങ്ങേയറ്റ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ സ്വഹാബത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവനിൽ ബലമേൽപ്പിച്ചുകൊണ്ട് നിന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് പരിഹാരം കണ്ടെത്തി. അതേ രൂപത്തിലാണ് ഇസ്ലാമിക ചരിത്രത്തിലെ യുദ്ധങ്ങൾ പരിശോധിക്കുമ്പോൾ സ്വഹാബത്തിന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ജീവിതത്തിലേക്ക് വന്ന പ്രയാസങ്ങളൊക്കെ ഈ രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചിട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പരിഹാരം നൽകി എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പാപങ്ങൾ അത് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും അതിനെ വളരെ ഗൗരവത്തിൽ കാണാൻ നാം ഓരോരുത്തരും വളരെ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു മുഅ്മിനും ഒരു സത്യവിശ്വാസിയും അതേപോലെ തന്നെ ഒരു തമ്മാടിയും തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തിന്മകളെ ഏത് രൂപത്തിലാണ് കാണുന്നത് എന്ന് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. നാം ഓരോരുത്തരും ഏതിലാണ് ഉൾപ്പെടുന്നത് എന്ന് ഈ ഒരു സമയത്ത് നാം വിലയിരുത്തണം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നൽ മുഅ്മിൻ, യഥാർത്ഥത്തിലുള്ള ഒരു സത്യവിശ്വാസി എന്നുള്ളത് അവന്റെ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങളെ അവൻ കാണുന്നത് അവൻ ഒരു വലിയ പർവ്വതത്തിന് താഴെ ഇരിക്കുകയാണ്. ആ പർവ്വതമാകട്ടെ അവന്റെ മുകളിലേക്ക് വീഴാറായി നിൽക്കുകയാണ്. ആ സമയത്ത് ഏത് രൂപത്തിലുള്ള ഭയമാണോ അവന്റെ മനസ്സിലുണ്ടായിരിക്കുക, ആ രൂപത്തിലാണ് ഒരു സത്യവിശ്വാസി അവന്റെ ജീവിതത്തിലേക്ക് വരുന്ന പാപങ്ങളെ കാണുന്നത്. എന്നാൽ തമ്മാടിയായ ആളുകൾ, സത്യനിഷേധിയായ ആളുകൾ
അവർ ഏത് രൂപത്തിലാണ് കാണുന്നത്? അവർ അവരുടെ ജീവിതത്തിൽ വരുന്ന പാപങ്ങൾ കാണുന്നത് അവന്റെ മൂക്കിന്റെ മുൻവശത്തിലൂടെ പാതി കളിക്കുന്ന പ്രാണികളെ ഏത് രൂപത്തിലാണോ അവൻ അവന്റെ കൈകൾ കൊണ്ട് മാറ്റുന്നത്, തട്ടി മാറ്റുന്നത്, ആ രൂപത്തിൽ പാപങ്ങൾ കടന്നു വരുമ്പോൾ അത്ര നിസാരമായിരിക്കുന്നാണ് അവന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പാപങ്ങളെ കാണുന്നത് എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പാപങ്ങൾ അത് നമ്മുടെ വരാനിരിക്കുന്ന ജീവിതത്തിലും അതേപോലെ തന്നെ ഈ ഇഹ്റാവ് ജീവിതത്തിലും വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. നമുക്ക് മുമ്പിൽ വലിയ അപകടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടിയായിരിക്കണം നമ്മോട് ചിന്തിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും വിട്ടുനിന്ന് അവരെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد. വിശ്വാസികളെ, ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ തിന്മകൾ കടന്നു വരുമ്പോൾ അവൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചും അത് മുഖേന അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അപകടങ്ങളെ കുറിച്ചുമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലൊക്കെ പരിശോധിക്കുമ്പോൾ, കഴിഞ്ഞ കാലങ്ങൾ എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ധാരാളം തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് ഇനി നമ്മുടെ ഓരോരുത്തരുടെ മുമ്പിലുള്ള പരിഹാരം എന്നുള്ളത്. കൃത്യമായി എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണുവാൻ സാധിക്കും. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ റിയാദുസ് സ്വാലിഹീനിൽ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ തിന്മ സംഭവിച്ച് ആത്മാർത്ഥമായി തൗബ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ 3 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. 3 കാര്യങ്ങളോടും കൂടി പൂർത്തീകരിച്ച് ആ രൂപത്തിലുള്ള തൗബയാണ് അവർ നിർവഹിക്കുന്നത് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തൗബ സ്വീകരിക്കുമെന്നുള്ളതാണ്. ഒന്നാമതായി പഠിപ്പിച്ചു അയ്യോ കളിയ അലൈഹിയ, അവനൊരു തിന്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ തിന്മയിലേക്ക് അവനെ എത്തിച്ച് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം അവൻ വിട്ടുനിൽക്കുക എന്നതാണ് ഒന്നാമതായി അവൻ സ്വീകരിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത് ചെയ്തു പോയ പാപത്തിൽ അവർക്ക് ഖേദമുണ്ടാകണം. മഹാനായ സുഫിയാൻ സൗദി റഹ്മത്തുള്ളാഹി അലൈഹി ചരിത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം, അദ്ദേഹം ഒരിക്കൽ പള്ളിയുടെ രണ്ടാം നിലയിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങളെ ആലോചിച്ചുകൊണ്ട് അദ്ദേഹം കരയുന്ന സന്ദർഭത്തിൽ തന്റെ കണ്ണുനീര് അടിയിലിരിക്കുന്ന ഒരു മനുഷ്യന്റെ വസ്ത്രത്തിൽ ചെന്ന് പതിച്ചു. ആ മനുഷ്യൻ തിരിച്ചു ചോദിച്ചു, ഞാൻ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, താങ്കളുടെ കണ്ണുനീര് എന്റെ വസ്ത്രത്തിൽ പതിച്ചിട്ടുണ്ട്, അത് ഞാൻ കഴുകേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു ആലങ്കാരിക രൂപത്തിൽ അദ്ദേഹം വിശദീകരിക്കാൻ, താങ്കൾ അത് പോയി കഴുകണം, കാരണം എന്റെ ജീവിതത്തിൽ സംഭവിച്ച തിന്മകൾ കാരണത്താൽ ആ തിന്മകൾ ആലോചിച്ചുകൊണ്ട് കരഞ്ഞ കണ്ണീരാണത്, അതുകൊണ്ട് താങ്കൾ അത് ശുദ്ധീകരിക്കണമെന്ന് ഒരാലങ്കാരിക പ്രയോഗം എന്ന രൂപത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. ആ രൂപത്തിൽ ചെയ്ത തിന്മത്തിൽ ഖേദമുണ്ടായി. ആ തിന്മയിൽ നിന്ന് ആത്മാർത്ഥമായി തൗബ ചെയ്യുമ്പോൾ അതിനൊരു ഖേദം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. രണ്ടാമതായി ഇനി ഒരിക്കലും ആ തിന്മയിലേക്ക് തിരിച്ചു മടങ്ങുകയില്ല എന്ന ദൃഢമായ ഒരു വിശ്വാസം അവരിലുണ്ടായിരിക്കേണ്ടതുണ്ട്. ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് പോയി കൃത്യമായി 3 കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി നിർവഹിക്കുന്ന തൗബയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള തിന്മകൾ ചെയ്ത കാര്യങ്ങൾ, ആ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്നുള്ളതാണ്. എന്നാൽ മനുഷ്യൻ തമ്മിലുള്ള പാപങ്ങൾ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മറ്റുള്ളവനെ കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നുണ്ട് എങ്കിൽ ഒരു നിബന്ധന കൂടി പണ്ഡിതന്മാർ വെക്കുന്നുണ്ട്. ഈ 3 നിബന്ധനകൾക്ക് പുറമെ ആ മനുഷ്യനെ പൊരുത്തപ്പെടിപ്പിച്ച് അവർക്ക് നൽകാനുള്ള അവകാശം തിരിച്ചു നൽകിയതിനു ശേഷം
ആ അവകാശത്തിൽ നിന്ന് മുക്തമായതിനു ശേഷമാണ് ഈ മൂന്ന് കാര്യങ്ങളോടുകൂടി അതിൽ ഉൾപ്പെടുത്തി ആത്മാർത്ഥമായി തൗബ ചെയ്താൽ ആ തൗബയും റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന പാപങ്ങൾ നാം ആ രൂപത്തിൽ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ഓരോ സമയത്തും പല ആളുകളും കാണുമ്പോൾ നമ്മുടെ വസ്ത്രത്തെയും നമ്മുടെ പുറത്ത് കാണുന്ന ശരീരത്തെയും നാം ശുദ്ധീകരിക്കേണ്ടതുണ്ട്. എന്നാൽ നിരന്തരം എല്ലാ സമയത്തും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങളിലുള്ള അറിയുന്നുണ്ട്. അതുകൊണ്ട് ആ ഹൃദയത്തെയും നാം നിരന്തരം ശുദ്ധിയാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ അവരുടെ കബറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശവും വിശാലപൂരിതവുമാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ വരാനിരിക്കുന്ന പരലോകത്ത് വിജയം ലഭിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാനാകട്ടെ. അവന്റെ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ ജനങ്ങൾക്ക് എത്തിക്കുവാനുള്ള മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك أنت مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. آمين آمين برحمتك يا أرحم الراحمين.